ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ടെൻസിൽ രണ്ടാമത്തെ രൂപം സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പ്രസൻറ്റ് ആയിരുന്നു നമ്മൾ എടുത്തത്, പ്രസൻറ്റ് ടെൻസിലെ ഫസ്റ്റ് ഫോമായ സിമ്പിൾ പ്രസൻറ്റ്. ഇന്ന് പാസ്റ്റ് ടെൻസിൻ്റെ ഫസ്റ്റ് ഫോമായ സിമ്പിൾ പാസ്റ്റ്. അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഡു ഡസ് ആണ് താരങ്ങൾ, അതിൻ്റെ ഓക്സിലറി വെർബ്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വി ടു ഫോം എന്നാണ് ഡിഡ്. അപ്പം സിമ്പിൾ പാസ്റ്റിലെ ഓക്സിലറി വെർബ് ഡിഡാണ്. ഓക്കെ, അപ്പോൾ ഈ ഡിഡ് നോർമൽ സെൻറ്റൻസിൽ നമുക്ക് കാണാൻ കഴിയില്ല, അത് വി ടു ഫോം ആയിട്ടാണ് അവിടെ കാണുക. വി ടു ഫോമിൻ്റെ ഉള്ളിലാണ് ഡിഡ് ഉണ്ടാകുക. ഞാൻ നേരത്തെ പറഞ്ഞു ഡു ഡസ് ഡിഡ്, ഈ മൂന്നാൾക്കാർ നോർമൽ സെൻറ്റൻസിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഡു. ഡസിനെ നമുക്ക് ഇ എസ് ഫോമിൽ കാണാൻ പറ്റും, ഡിഡിനെ നമുക്ക് വി ടു ഫോമിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് മീൻസ് സബ്ജക്റ്റ് പ്ലസ് വി ടു ഫോം പ്ലസ് ഒബ്ജക്റ്റ്, ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ, അതായത് ഒരു ഓക്സിലറി വെർബേ ഇതിലുള്ളൂ, ഡിഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒറ്റ ഓക്സിലറി വെർബ് മാത്രമേ ഇതിലുള്ളൂ. അപ്പം നമ്മൾ ചെയ്യാറുണ്ട് എന്ന് പറയുന്ന, ഡു ഡസ് ഉപയോഗിച്ച് ചെയ്യാറുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഇതിൽ ചെയ്തു, അതായത് പാസ്റ്റിൽ കഴിഞ്ഞൊരു കാര്യം പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്, സിമ്പിൾ പാസ്റ്റ്. പിന്നെ ഇതിൽ പറയാനുള്ളത് 7 പ്രോനൗൺ ഉണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ, 7 പ്രോനൗൺ. അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഐ, യു, ദേ, വി, അയ്യോ ദേവി, ഹി, ഷീ, ഇറ്റ്, ഈ 7 ആൾക്കാർ ഈ ഡിഡിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. ഇതിൽ കുറച്ച് അധികം വിവരണങ്ങളൊന്നുമില്ല, ഇത് പഠിച്ചെടുക്കാൻ വളരെ സിമ്പിളാണ്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്, വെർബിൻ്റെ വി ടു ഫോം ഉപയോഗിക്കാൻ പാടുള്ളൂ നോർമൽ സെൻറ്റൻസിൽ. അപ്പോൾ നമ്മൾ വെർബിൻ്റെ വി ടു ഫോം ഇതിനായിട്ട് പഠിച്ചിരിക്കണം. അതിനൊരു വെർബിന് 5 രൂപ ഉണ്ടാവും, V1, V2, V3, V4. അതിനെപ്പറ്റി ഞാൻ 1 മിനിറ്റ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ റെഗുലർ വെർബ് ഇറഗുലർ വെർബ് പറ്റിയിട്ട് നിങ്ങൾ അത് പഠിച്ചിരിക്കണം. അത് ബൈഹാർട്ട് പഠിക്കില്ല, വേറെ മാർഗ്ഗമില്ല. അത് നിരന്തരം നമ്മൾ വായിച്ച് ഓട്ടോമാറ്റിക്കായി നമ്മൾ ഭാഗം ആയിക്കോളും. V1, V2, V3, V4, V5. ഓക്കെ, അപ്പോൾ അത് നോർമൽ സെൻറ്റൻസ്. ഒരു നോർമൽ സെൻറ്റൻസ് എടുക്കുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെൻറ്റൻസ് അവർ മാർക്കറ്റിൽ പോകാറുണ്ടായിരുന്നു, ഇവിടെ വരുമ്പോൾ അവർ മാർക്കറ്റിൽ പോയി എന്നാകും. അതായത് ഞാൻ മാർക്കറ്റിൽ പോയി, ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ്. ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ്, അതായത് ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ് എന്ന് പറയുന്നത് വെൻറ്റ് എന്ന് പറയുന്ന ടി ഉണ്ട്, ടു എന്ന് പറയുന്ന ടി ഉണ്ട്. അപ്പോൾ രണ്ടാമത് ടുവിൻ്റെ ആ ടി ആണ് ഇവിടെ നമ്മൾ ഉച്ചരിക്കേണ്ടത്, മറ്റേ ടി സൈലൻ്റ് ആയിരിക്കണം. ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ്, ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിൽ പോയി. ആ ശരിക്കും വെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് ഗോ ആണ്. ഡിഡ് പ്ലസ് ഗോ ഈസ് ഈക്വൽ ടു, അതാണ് വെൻറ്റ്. അതായത് ആ വെൻറ്റിൻ്റെ ഉള്ളിൽ ഗോൻ്റെ രണ്ടാമത്തെ രൂപമാണ് വെൻറ്റ്. ആ വെൻറ്റിൻ്റെ ഉള്ളിൽ എന്ത് അടങ്ങിയിരിക്കുന്നുണ്ട്? ഡിഡ് അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഡിഡ് പ്ലസ് ഗോ ആണ് വെൻറ്റ്. ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിൽ പോയി. വേണമെങ്കിൽ നമുക്ക് ഒരു ടൈം എക്സ്പ്രഷൻ അവിടെ കൊടുക്കാം. ഇന്നലെ ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ, ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ് ദ ഡേ ബിഫോർ യെസ്റ്റർഡേ എന്നും കൊടുക്കാം. ഇനി അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ്. ഈ നെഗറ്റീവ് സെൻറ്റൻസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ, ഏത് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ഓക്സിലറി വെർബിൻ്റെ കൂടെ നോട്ട് ചേർക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട്, അതായത് ഡിഡ് പ്ലസ് ഗോ ഈസ് ഈക്വൽ ടു വെൻറ്റ് എന്നുള്ള ആ ഫോർമുല ഉപയോഗിച്ചിട്ട് ഈ ഡിഡിനെ നമുക്ക് പുറത്തെടുത്ത് ഐ ഡിഡിൻറ്റ്, അതായത് ഡിഡ് നോട്ട് അല്ലെങ്കിൽ ഡിഡിൻറ്റ് അല്ലെങ്കിൽ ഡിൻറ്റ്. ഐ ഡിൻറ്റ് ഗോ ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിൽ പോയില്ല. ഐ ഡിഡ് നോട്ട് ഗോ ടു ദ മാർക്കറ്റ്. അതായത് ഡിഡിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ, വെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഡിഡിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബേസ് ഫോമാണ് കൊടുക്കേണ്ടത്. ഐ ഡിൻറ്റ് ഗോ ടു ദ മാർക്കറ്റ്, ഐ ഡിഡ് നോട്ട് ഗോ ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിൽ പോയില്ല എന്നാണ് അർത്ഥം വരുന്നത്. ഇത് ചോദ്യ രൂപത്തിലാക്കുമ്പോഴോ ഡിഡിനെ എടുത്ത് പുറത്തിടുക, എന്നിട്ട് സബ്ജക്റ്റിനെ ഉള്ളോട്ട് കൊണ്ടുവരിക. ഈ ഒരൊറ്റ പാറ്റേണാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ടത്, മൊത്തത്തിൽ ഉപയോഗിക്കേണ്ടത്. നമുക്ക് ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഓക്സിലറി വെർബിനെ ആദ്യം പറയണം. അപ്പം ഓക്സിലറി വെർബിനെ എടുത്ത് പുറത്ത്, ഡിഡിനെ എടുത്ത് പുറത്തിട്ട് ഡിഡ് യു, അതായത് ഞാൻ എന്നോട് ചോദിക്കില്ല, അതുകൊണ്ട് മറ്റുള്ളവരോട് ചോദിക്കണം. ഡിഡ് യു ഗോ ടു ദ മാർക്കറ്റ്? വെൻറ്റ് ടു ദ മാർക്കറ്റ് പറയുന്നത് നമ്മൾ വെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഡിഡിനെ പുറത്തെടുക്കുമ്പോൾ ഡിഡ് യു ഗോ ടു ദ മാർക്കറ്റ്, നിങ്ങൾ മാർക്കറ്റിൽ പോയോ എന്നാണ് അർത്ഥം. ഡിഡ് യു ഗോ ടു ദ മാർക്കറ്റ്, നിങ്ങൾ മാർക്കറ്റിൽ പോയോ. പിന്നെ നിങ്ങൾ മാർക്കറ്റിൽ പോയില്ലേ എന്ന് പറയുമ്പോൾ ഈ ഡിഡിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ മതി. അതായത് ഡിഡിൻറ്റ് യു ഗോ ടു ദ മാർക്കറ്റ്, ഡിൻറ്റ് യു ഗോ ടു ദ മാർക്കറ്റ്, ഡിഡിൻറ്റ് യു ഗോ ടു ദ മാർക്കറ്റ്, നിങ്ങൾ മാർക്കറ്റിൽ പോയില്ലേ, നിങ്ങൾ മാർക്കറ്റിൽ
പോയില്ലേ എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരിക. ഇനി നമുക്ക് WHO ഫോംസ്. ഞാൻ വീണ്ടും പറയുകയാണ്, WHO ഫോംസിന് മാത്രമായിട്ട് ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് സെൻറ്റൻസുകളും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം. വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള 18, 19 WHO ഫോംസ് ഉണ്ട്. അതിൽ ആപ്റ്റായത് നമുക്ക് ഉപയോഗിച്ച് പഠിക്കാം. ഞാൻ പറഞ്ഞ മൂന്നാമതും നാലാമതും പറഞ്ഞ, അതായത് ഡിഡ് യു ഗോ ടു ദ മാർക്കറ്റ്, ഡിഡിൻറ്റ് യു ഗോ ടു ദ മാർക്കറ്റ്, അതിന് പിന്നിലാണ് നമ്മൾ WHO ഫോംസ് സാധാരണ ഉപയോഗിക്കുക. ഓക്കെ, വെൻ ഡിഡ് യു ഗോ ടു ദ മാർക്കറ്റ്, എപ്പോഴാണ് നിങ്ങൾ മാർക്കറ്റിൽ പോയത്? വെൻ ഡിഡ് യു ഗോ ടു ദ മാർക്കറ്റ്, നിങ്ങൾ എപ്പോഴാണ് മാർക്കറ്റിൽ പോയത്? പിന്നെ ഹൗ ഡിഡ് യു ഗോ ടു ദ മാർക്കറ്റ്, നിങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റിൽ പോയത്? ബസ്സിലാണോ, ട്രെയിനിലാണോ, സ്കൂട്ടറിലാണോ ഒക്കെ ചെയ്യുക? ബൈ ട്രെയിൻ, ബൈ ബസ് എന്നൊക്കെ പറയില്ല, അങ്ങനെ പറയില്ല. അതുപോലെ ഹൗ ഡിഡ് യു ഗോ ടു ദ മാർക്കറ്റ്? വിത്ത് ഹൂം, ആരോടെ കൂടിയാണ്? വിത്ത് ഹൂം ഡിഡ് യു ഗോ ടു ദ മാർക്കറ്റ്, നിങ്ങൾ ആരുടെ കൂടെയാണ് മാർക്കറ്റിൽ പോയത്? വാട്ട് ടൈം ഡിഡ് യു ഗോ ടു ദ മാർക്കറ്റ്, ഏത് സമയത്താണ് നിങ്ങൾ മാർക്കറ്റിൽ പോയത്? അങ്ങനെ ആപ്റ്റായ WHO ഫോംസുകളും വെച്ച് പഠിക്കാം. ഞാൻ കഴിഞ്ഞ ടെൻസ് ക്ലാസ് പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ സെൻറ്റൻസ് എടുക്കുക. ഞാൻ പോയി, ഞാൻ അവിടെ പോയി. ഐ വെൻ ദർ, ഐ വെൻ ദർ, എന്നിട്ട് അതിനെ സ്പീഡ് പറഞ്ഞ് പഠിക്കുക. അതിൻ്റെ 4 രൂപങ്ങൾ. ഐ വെൻ ദർ, ഐ ഡിഡിൻറ്റ് ഗോ ദർ, ഡിഡ് യു ഗോ ദർ, ഡിഡിൻറ്റ് യു ഗോ ദർ, വെൻ ഡു യു ഗോ ദർ, ഹൗ ഡു യു ഗോ, വാട്ട് ടൈം ഡിഡ് യു ഗോ ദർ, ഇങ്ങനെ സ്പീഡ് പറഞ്ഞ് പഠിക്കുക. എന്നിട്ട് അതിൻ്റെ തലച്ചോറിൻ്റെ ഭാഗമാക്കി മാറ്റുക. അപ്പോൾ നമ്മളിത് സംസാരിക്കുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നോളൂ. ആ സ്വതസിദ്ധമായ ശൈലി നമ്മൾ അറിയാതെ തന്നെ നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ വന്നോളൂ. ഇപ്പം നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ ഒരു മെൻ്റൽ എഫർട്ട് കൊടുക്കണം. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു തുടങ്ങും. അത് പ്രാക്ടീസ്, കൺസിസ്റ്റൻസി. ഞാൻ എപ്പോഴും പറയുന്നതാണ്, കൺസിസ്റ്റൻസി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ കാരണം എന്താ? നമ്മളെ മസ്തിഷ്കത്തിനെ, നമ്മൾ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ദിവസം നമ്മൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം, ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ദാറ്റ് മീൻസ് അവർ ബ്രെയിൻ മസ്റ്റ് ബി ട്രെയിൻഡ് ബൈ അസ്. ഞാൻ എപ്പോഴും പറയുന്നൊരു സെൻറ്റൻസാണത്. നമ്മളെ ബ്രെയിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇത്രയും ഇതിൽ പറയാനുള്ളൂ. ഇത്ര സിമ്പിളായിട്ടുള്ളൂ. അത് വളരെ സിമ്പിളായ ഒരു ടെൻസാണ്. ഇതിന് മനസ്സിലാക്കേണ്ടതാണ്, ഇന്നലത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, തലേന്ന് നടന്ന നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ടൈം എക്സ്പ്രഷനോട് കൂടി സമയം സൂചിപ്പിച്ചും കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു ടെൻസാണിത്. ഞാൻ ഇന്നലെ ഊട്ടിയിൽ പോയി, ഐ വെൻറ്റ് ടു ഊട്ടി യെസ്റ്റർഡേ. അങ്ങനെ ടൈം എക്സ്പ്രഷൻ കൊടുത്ത് പറയാൻ പറ്റുന്ന ഒരു ടെൻസാണിത്. നിങ്ങൾ ടൈമുകൾ കൊടുക്കുക. ഇന്നലെ പോയി, കഴിഞ്ഞ ആഴ്ച പോയി, കഴിഞ്ഞ മാസം പോയി എന്നൊക്കെ പറഞ്ഞാൽ ടൈം എക്സ്പ്രഷൻ ഇവിടെ കാണിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഈ ഒരു ടെൻസിൻ്റെ പ്രത്യേകത. ഇത്രയാണ് ഇതിൽ നമുക്ക് പഠിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു സെൻറ്റൻസ് എടുക്കുക, അതിന് 4 രൂപത്തിൽ പറഞ്ഞ് പഠിക്കുക. പിന്നെ WHO ഫോംസ് പഠിക്കുക. പിന്നെ ആദ്യം ചെറിയൊരു സെൻറ്റൻസ് എടുത്ത് സ്പീഡ് പറഞ്ഞ് പഠിക്കുക. പിന്നെ സെൻറ്റൻസിന് വലുതാക്കുക. ഐ വെൻ ദർ, I went there, I didn't go there, did you go there, didn't you go there, when did you go there, how did you go there, what time did you go there. അത് കഴിഞ്ഞിട്ട് I went to the market, I didn't go to the market, did you go to the market, didn't you go to the market, how do you go to the market, ഇങ്ങനെ പറഞ്ഞ് പഠിക്കാം. Why didn't you go to the market, എന്തുകൊണ്ട് നിങ്ങൾ മാർക്കറ്റിൽ പോയില്ല. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞ് പഠിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തലച്ചോറിൻ്റെ ഭാഗമായി മാറും. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ വരും. ഓക്കെ, ഒരുപാട് സെൻറ്റൻസുകളുണ്ട് നമ്മൾ അറിയാതെ തന്നെ ഉപയോഗിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥമൊന്നുമില്ല. വാട്ട്സ് യുവർ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി ഉപയോഗിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ മെൻ്റൽ എഫർട്ട് എടുക്കുന്നില്ല. അതേപോലെ നമ്മൾ ഈ ഒരു സ്ട്രക്ചറിനൊക്കെ നിരന്തരം പറഞ്ഞ് ഈ സ്ട്രക്ചറിനെ നമ്മൾ തലച്ചോറിൻ്റെ ഭാഗമാക്കി എടുക്കും. അതൊക്കെ സ്ട്രക്ചറായിട്ട് കാണാൻ, രസകരമായ രീതിയിൽ സ്ട്രക്ചറായിട്ട് കണ്ടിട്ട് ഇങ്ങനെ നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ബൈ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിർദ്ദേശങ്ങൾ തരിക, ലൈക്ക് അടിക്കുക. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.